ചേട്ടാ ഈ നാടൻ ഭക്ഷണത്തിനെ കാട്ടിലും എനിക്ക് ആദ്യം അറിയണ്ടല്ലേ പെണ്ണല്ലേ വർഗം. അതുകൊണ്ട് അങ്ങനെയാന്നേ പട്ടിണിയിട്ട കഥ പറയോ? ചാവില്ലായിരുന്നു, എല്ലാം ഉണ്ടാക്കി വെച്ചു. അങ്ങനെയാണ് പിന്നെ വലിയ പ്രതീക്ഷയായിരുന്നു. അങ്ങനെ കേൾക്കാൻ വേണ്ടി ഇരുന്നാണല്ലേ, എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. ചാവി അതാണ് ദൈവമേ പട്ടണം ഇട്ടല്ലോ പാവം. അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പറഞ്ഞത്. പ്രതീക്ഷ നശിപ്പിച്ചില്ല. ശരി, എന്നെ നാടൻ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡ്, ഒത്തിരി കൊതി തോന്നിയത് ഫിഷ് കറി തന്നെയാണ്. ഫിഷിന്റെ 2-3 വെറൈറ്റീസ് ഉണ്ടാക്കാം. വെറൈറ്റി നമ്മുടെ നാടൻ ഭക്ഷണത്തിൽ വെറൈറ്റി ഏതാ? അവിടെ സ്പെഷ്യൽ തേങ്ങ അരച്ചാനോ അല്ല ചുമന്ന കൊടംപുളി ഇട്ട ഒരു സാധനം വെച്ചു, കോട്ടയംകാരുടെ നല്ല ഇച്ചിരി എരിവൊക്കെ. ശരിക്കും ഈ ഓരോ സ്ഥലത്ത് പിക്നിക്കിനൊക്കെ പോവല്ലേ, അന്നേരം ബീങ് എ ഫോട്ടോഗ്രാഫർ ശരിക്കും ഇങ്ങനെ ലാൻഡ്സ്കേപ്സ് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യോ? ഇന്ന സ്ഥലത്ത് യാത്രയിലൊക്കെ ഇന്ന സ്ഥലത്ത് നമുക്ക് പോവാം ഓൾവേസ് അല്ലേ ചേട്ടാ? ശരിക്കും ഈ ക്യാമറയിലേക്കാന്നോ ചേട്ടാ ആദ്യമേ കുഞ്ഞുനാളിലെ ഇഷ്ടം? അല്ല, എൻ്റെ അങ്കിൾ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളായിരുന്നു, ബോംബെയിലായിരുന്നു. പുള്ളിയുടെ സ്റ്റിൽ ക്യാമറ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സ്റ്റിൽ ക്യാമറയിലൂടെ ഫോട്ടോഗ്രാഫിയിലേക്കുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായത്. ചേട്ടൻ്റെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് മൂവി ഏതാ? നയനങ്ങൾ എന്ന് പറഞ്ഞ ഫിലിമായിരുന്നു. അന്നത്തെ താരാ കല്യാണൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ രവി വെള്ളത്തുള്ളിയിട്ടും. ചേട്ടാ അപ്പൊ ഫസ്റ്റ് ടൈം ചേട്ടനോട് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ സോ ഹാപ്പി ആയിരുന്നു. പക്ഷേ പേടിയായിരുന്നു. അന്ന് ഈ അനലോഗ് ആയിരുന്നു, ഫിലിമാണ് ഫോർമാറ്റ്, ഡിജിറ്റൽ അല്ല. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ഭയങ്കര ആണ്. അന്നത്തെ കാലത്ത് ലൈറ്റ് മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുക, ലൈറ്റിംഗ്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്തപ്പോഴാണ് പേടി വന്നു ഉണ്ടാവും. നമ്മൾ അത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. ഇപ്പം നമുക്ക് ഫ്രെയിമിൽ തന്നെ എടുക്കുമ്പോൾ തന്നെ കാണാമല്ലോ സ്പോട്ട്. അന്ന് മോണിറ്റർ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ഫസ്റ്റ് ഫിലിം 89-90 അപ്പോൾ ഈ ഗ്യാപ്പ് വരാൻ കഴിയും. അപ്പോൾ മസ്കറ്റിലായിരുന്നു, മസ്കറ്റ് ടെലിവിഷനിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു, ഹാലി ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ഡയറക്ടർ ഫോട്ടോഗ്രാഫി. അവിടെ പിന്നെ ഇവിടുത്തെ മലയാളം ഇൻഡസ്ട്രി അല്ലേ, ഒരിക്കൽ പോയിട്ട് തിരിച്ചു വന്നുള്ള ഗ്യാപ്പ് വന്നപ്പോഴത്തേനും നമ്മളെ അങ്ങ് വിട്ടു. പക്ഷെ അതങ്ങനെ വരുവാന്നേലും നമ്മുടെ ഡയറക്ടേഴ്സ് ചൂസ് ചെയ്യല്ലേ ഇന്ന ആള് തന്നെ മതി എന്നുള്ളത്. ഡെഫിനറ്റ്ലി. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായത് ശ്യാം സാറുമായിട്ട് വർക്ക് ചെയ്തപ്പോഴാണ്. ശ്യാം പ്രസാദ് സാറുമായിട്ട് ലണ്ടനിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഇംഗ്ലീഷ്. നീ എങ്ങനെ ഫിലിമിലേക്ക് വന്നേ? ഒരു കൂടെയും കുഞ്ഞു പെങ്ങളെന്ന് പറഞ്ഞിട്ട് ടെലി സീരിയൽ 91 അപ്പം അതിലാണ് ഞാൻ ആദ്യമായിട്ട് മിനി സ്ക്രീനിലാണ് വരുന്നത്. TS അജി ആയിരുന്നു എൻ്റെ. അപ്പം അവരുടെ ഗ്യാങ് വിളിച്ചു. അത് ഞാൻ കോളേജിൽ, വിമൻസ് കോളേജിലായിരുന്നു. അപ്പം അവിടെ ഈ പാട്ടും ബഹളവും അവിടുത്തെ ആർട്ട് ഫെസ്റ്റിവലിന് നമ്മുടേതായിട്ടുള്ള അറിയാമല്ലോ കോൺട്രിബ്യൂഷൻസ് നിറയെ ഉണ്ടായിരുന്നു. രാജശ്രീ വാര്യർ അവർ ഞങ്ങളെല്ലാവരും ഇങ്ങനെ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുമായിരുന്നു. അപ്പം അങ്ങനെ അറിഞ്ഞിട്ടായിരിക്കണം. പിന്നെ കാലടി ഓമന എന്ന് പറഞ്ഞ ആക്ട്രസ് ഉണ്ട്, ഓമന ആൻറ്റി അന്ന് അതിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം ആൻറ്റിക്കും ഇങ്ങനെ എന്നെ അറിയാം. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ അന്ന് കോളേജ്, പക്ഷേ അമ്മ അധ്യാപികയായിരുന്നു. അപ്പം പഠിത്തത്തിന് ഭയങ്കരമായിട്ട് അമ്മ ഇമ്പോർട്ടൻസ് തന്നു. അപ്പോൾ പ്ലസ് അന്നൊരു എന്താ പറയുക, ഒരു പാഷനൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ സത്യമാണ്. ഇപ്പം അടുക്കളയ്ക്കകത്ത് നമുക്ക് സത്യം പറയാൻ കഴിയില്ലല്ലോ. സിനിമകൾ കാണാറുണ്ടായിരുന്നു, കോളേജിൽ ബങ്ക് ചെയ്ത്, ക്ലാസ് ബങ്ക് ചെയ്ത് നമ്മൾ ഇതിന് ഫിലിംസിനൊക്കെ പോയിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഒരിക്കലും ഞാനൊരു ആക്ട്രസ് ആകുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല. ഈ ക്ലാസ് കട്ട് ചെയ്യണ കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലല്ല, ചുമ്മാ അപ്പോഴേക്കും അല്ല, വിത്ത് ടീച്ചേഴ്സ് പെർമിഷൻ. അപ്പം ലൈക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നു. എന്താ പറയുക, ഒരു കൂടെയും കുഞ്ഞുമങ്ങൾ ചെയ്തു കഴിഞ്ഞു. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു കുഞ്ഞുമങ്ങളെ സ്ക്രീൻ ചെയ്തത്. അപ്പോൾ കോളേജിൻ്റെ പെട്ടെന്നൊരു താരമായി അതിൽ വന്നല്ലോ. അപ്പോൾ ഫസ്റ്റ് എൻ്റെ കോമ്പിനേഷൻ ആക്ടർ എന്ന് പറയുന്നത് ഗണേശേട്ടനാണ്. അപ്പോൾ പെങ്ങളായിട്ടാണ്, കുഞ്ഞു പെങ്ങളായിട്ടാണ് അതിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് എൻ്റെ സഹോദരൻ. അപ്പോൾ ആങ്ങളുടെയും പെങ്ങളുടെയും കഥയാണത്. മുട്ടത്ത് വർക്കി സാറിൻ്റെ ഒരു ചെറുകഥ. അത് ചെയ്ത് ആ ഒരു സംഭവമൊക്കെ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്ന, കോളേജിൽ ഭയങ്കര ഇതായി, ഇതാക്കി. പിന്നെ കുറച്ച് ടെലിഫിലിംസ്. അന്ന് ഇങ്ങനെ ചാകര പോലെ ദൂരദർശൻ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ അന്ന് ആ ടൈമിൽ. അപ്പോൾ ഒരുപാട് ടെലിഫിലിംസും ഒക്കെയാണ്. അപ്പോൾ ഒരുപാട് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതൊക്കെ വീട്ടിൽ ഇഷ്ടമാണ് എല്ലാവർക്കും. വീട്ടിലിങ്ങനെ ഒരു കലാകാരൻ എന്ന് പറയുന്നതിനപ്പുറമായിട്ട് കലാ ആസ്വാദകരായിരുന്നു അമ്മ, അച്ഛൻ, ബന്ധുക്കളെല്ലാവരും. അപ്പം എനിക്ക് ആ ഒരു ബാക്ക് സപ്പോർട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നന്നായി ചെയ്തോളൂ എന്നുള്ളതായിരുന്നു. പിന്നെ വിത്ത് ഫുൾ ഗ്യാങ് എന്താ പറയണ്ടേ, ബോഡി ഗാർഡൊക്കെ ആയിട്ടാണല്ലോ സെറ്റിൽ. അപ്പം എല്ലാം ട്രിവാൻഡ്രം ലൊക്കേഷൻ, വീട്ടിൽ നിന്ന് തന്നെ പോകാം, ഒന്നുമില്ല. ഈ പേടിക്കാനായിട്ട് സിനിമയ്ക്ക് പണ്ടും ഇല്ല, ഇന്നും ഇല്ല, നാളെയും ഉണ്ടാവില്ല, ചുമ്മാ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ ആയിരുന്നു. അത്രയും കുറച്ചൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ഡിഗ്രി വന്നപ്പോഴേക്കും അമ്മ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എല്ലാം ആ ഒരു ഡിഗ്രി വിത്ത് ഫുൾ മാർക്സ് കംപ്ലീഷൻ വേണം എന്നുള്ള രീതിയിൽ ഇതെല്ലാം മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3 years നല്ല ഗ്യാപ്പായി. പിന്നെ എഗെയിൻ 95-96 ഞാൻ വരുന്നത്. തൂവൽ കൊട്ടാരം, സത്യനന്ദിക്കാട്. അതും ഈ പറഞ്ഞ പോലെ മുന്നേ ഈ വർക്കുകളൊക്കെ TV സ്ക്രീനിൽ കണ്ട് അങ്ങനെ വിളിച്ചതാണ്. അതിൽ മഞ്ജു വാര്യറിൻ്റെ 2nd or 3rd മൂവിയാണെന്ന് തോന്നുന്നു. അതിൽ കൊട്ടാരത്തിൽ ഒരു തമ്പുരാട്ടിക്കുട്ടി ഹേമ എന്ന് പറഞ്ഞ ക്യാരക്ടർ. തൂവൽ കൊട്ടാരം വിത്ത് സത്യനന്ദിക്കാട് ആൻഡ് വിപിൻ മോഹൻ ക്യാമറമാൻ. അതെ, അവരുടെ ഒരു ഗ്രൂപ്പിലാണ് സിനിമയുടെ ഇത് തുടങ്ങുന്നത്. ഒരുപാട് ഇങ്ങനെയുള്ള ക്യാരക്ടർ റോൾസ്, അമ്മ, ചേട്ടത്തി, ചേച്ചി, അനിയത്തി, അങ്ങനെ വന്നിട്ട് കുറേ ക്യാരക്ടർ റോൾസ് ചെയ്തു. കുറേ ഓഫ് ബീറ്റ് മൂവീസിൽ ഹീറോ മീൻസ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തു. അങ്ങനെ ഹിന്ദി ചെയ്തു, തെലുഗു ചെയ്തു, തമിഴ് ചെയ്തു, ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഞാൻ ഇരുത്തിക്കൊണ്ട് പറയല്ല, ഇദ്ദേഹം ആയതുകൊണ്ടായിരിക്കാം ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന. വേറെ അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ഡെസ്റ്റിനി എൻ്റെ അങ്ങനെയായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളതാണ് കല്യാണം, ഇതിനകത്ത് തന്നെ പരിചയപ്പെടണം, ഇൻഡസ്ട്രിക്കകത്തുള്ള ഒരു വ്യക്തി. ഒരിക്കലും വീട്ടുകാരൊന്നും ഒരിക്കലും ഒരു സിനിമാക്കാരെ അയ്യോ അങ്ങനെ അവർ ചിന്തിച്ചിട്ടില്ല. വേറൊരു കോമഡി എനിക്ക് വരുന്നത്, നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയി അപ്പോഴും ആദ്യത്തെ ദിവസമൊക്കെ ഇങ്ങനെ അടുക്കാനായിട്ട് അമ്മയും അപ്പോഴും അമ്മൂമ്മ ഉണ്ടായിരുന്നു, മുത്തശ്ശി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമാണ് TV കാണുന്നില്ല അതുകൊണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മുത്തശ്ശിക്കൊരു സംശയം, കൂടെ ആർട്ടിസ്റ്റ് ആരോ ആക്ട് ചെയ്തിരുന്നു, അവരുടെ പേരറിയില്ല. അപ്പോൾ ചോദിച്ചു ഉദയ അവളോട്. ഞാൻ പറഞ്ഞ സോനയോട് ചോദിക്കണം. അല്ല മോളെ, അത് അന്ന് കൂടെ ആക്ട് ചെയ്തിരുന്നു. അപ്പോൾ സോനയ്ക്കും പിടി കിട്ടുന്നില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചപ്പോഴും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചു അമ്മൂമ്മ. അതാരാണ്? നമ്മളിതെല്ലാം മറന്നു. വൈകുന്നേരം ഊണ് കഴിഞ്ഞപ്പോഴും അമ്മൂമ്മ അതിൽ എന്നിട്ട് അല്ല മോളെ കിട്ടിയില്ല, ആരാണെന്ന് കിട്ടിയില്ല. നമ്മൾ കിടന്നുറങ്ങി. 2:30-3 മണിയായി. ഉദയ സോന, ഇവിടെ നമ്മൾ കുറച്ച് ഗ്രാമപ്രദേശമാണ് വീട്. ഞാൻ വടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ, എന്തെങ്കിലും ഇഴജന്തുക്കളോ എല്ലാം ഉണ്ടല്ലോ, അതെടുത്തിട്ട് പറഞ്ഞു, അയ്യോ സീനത്ത് കിടന്നുറങ്ങിക്കോളാം.